അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, ഇസ്രയേലിൻ്റെ ക്രൂരമായ പീഡനത്തിനിരയായ ഫലസ്തീനിൻ്റെ മക്കളെ നമ്മളെല്ലാവരും കാണുകയാണ് അല്ലേ. കഴിഞ്ഞ ദിവസം പല റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ഒരു ഡോക്ടറുടെ ചില വാക്കുകൾ. ആ ഇസ്രയേലിൻ്റെ പെട്ടാളം വന്നിട്ട് ഫലസ്തീനിൻ്റെ മക്കളെ, ഗസയുടെ മക്കളെ അവിടെ നിന്ന് നോവിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ ഒരുപാട് ചർച്ചകൾ ഇന്ന് ലോകത്ത് നടക്കുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ ദിനം പ്രതി അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിനകത്ത് വെമ്പൽ കൊള്ളുന്ന, താല്പര്യം തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈമാനുള്ളവരെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഗസയുടെ മക്കളായിരിക്കും അല്ലേ. കാരണം യുദ്ധമുഖത്ത് തൻ്റെ മരണം കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഏതു സമയത്ത് വേണമെങ്കിലും ഞാൻ മരിക്കാം. എത്ര വലിയ പ്രയാസം, ഈ ഒരു വലിയ കൊടും പ്രയാസം അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് പോലും അവർക്ക് പരാതിയില്ല. ഞങ്ങളുടെ അള്ളാ എന്നുള്ള ഒരൊറ്റ ചിന്ത, റബ്ബ് എന്നതിലേക്ക് ആ തവക്കുൽ ചെയ്ത ചിന്തയും ബോധവുമാണ് ഇന്നും ഫലസ്തീനിൻ്റെ മക്കളുടെ ഹൃദയത്തിലുള്ളത്. എന്തിനേറെ പറയണം, പിഞ്ചു മക്കളുടെ ഹൃദയത്തിലടക്കമുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു പ്രയാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വേദന വരുന്ന സമയത്ത് നമുക്കൊക്കെ റബ്ബിനെ പഴിചാരും. നമ്മൾ എനിക്കിത് തന്നല്ലോ, എനിക്കിത് വന്നല്ലോ അല്ലെ, ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ പരീക്ഷണങ്ങൾ ഗസയുടെ മക്കൾക്ക് കൊടുത്തിട്ടും ആ കുട്ടികൾ അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് റബ്ബിനെ അനുസരിക്കുന്നവരാണ്, റബ്ബിനെ ശുക്ർ ചെയ്യുന്നവരായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പരീക്ഷണത്തിൻ്റെ മേലെ റബ്ബിൻ്റെ മുമ്പിൽ ക്ഷമിക്കുന്നവരായിട്ട് അവർ മാറി എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ ക്ഷമ അല്ലാഹു തആല നൽകട്ടെ. ഫലസ്തീനിൻ്റെ മക്കളുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെ കൂട്ടത്തിൽ കണ്ടൊരു വാർത്തയുണ്ട്. അവരെ ഇന്ന് ഈ യുദ്ധത്തിൽപ്പെട്ട് പരിക്കേറ്റ് വരുന്നവരെ ഒരുപാട് ഡോക്ടർമാർ ഇന്ന് അവിടെ പരിശോധിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ പല രാജ്യങ്ങളിൽ നിന്നും അവർക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ ഇന്ന് ഗസയിലേക്ക് വന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ഡോക്ടർ പറയുന്ന ഒരു കാര്യം കേട്ടപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞു പോയി. മരിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ പ്രിയപ്പെട്ട മക്കളുടെ ശരീരത്തിൽ നിന്ന് വല്ലാത്ത സുഗന്ധമാണ്. ചില ഫോട്ടോകളും മറ്റുമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മക്കൾ അത് മരിച്ചു കിടക്കുകയാണോ എന്ന് തന്നെ നമുക്ക് അത്ഭുതമാണ് അല്ലേ. കാരണം എന്താ, പുഞ്ചിരിച്ചു കൊണ്ടാണ് അവർ കിടക്കുന്നത്. ആ രൂപത്തിലാണ് പല മയ്യത്തുകളും കാണാൻ കഴിയുന്നത്. സുഗന്ധത്തോടു കൂടെ പുഞ്ചിരിച്ചുകൊണ്ട്, എന്തൊരു മരിച്ചു കിടക്കുകയാണോ അതോ ഉറങ്ങിക്കിടക്കുകയാണോ അതോ ഉറങ്ങിയതുപോലെ അഭിനയിച്ച് കിടക്കുകയാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അവർ മരണപ്പെട്ടവരായിരുന്നു, കൈക്കാലുകൾ നഷ്ടപ്പെട്ടവരായിരുന്നു അല്ലേ. പക്ഷെ ആ ഡോക്ടർ പറയുന്ന കാര്യം എന്തെന്നറിയോ, ഇങ്ങനത്തെ മയ്യത്തുകൾ ഗസയിൽ മാത്രമാണ് കാണുന്നത്. മനസ്സിലാക്കണം നമ്മൾ. മാത്രമല്ല, ആ പ്രിയപ്പെട്ട ഡോക്ടർ വളരെ സന്തോഷത്തോടു കൂടെ, അത്ഭുതത്തോടു കൂടെ അവിടുന്ന് പറയാൻ, ഇവരുടെ ശരീരത്തിൽ ഈ ഒരു സുഗന്ധവും അതുപോലെ തന്നെ ഈ പുഞ്ചിരിയും ഈ മയ്യത്തിൽ കാണുന്ന ഒരുപാട് അത്ഭുതങ്ങളും വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും കേൾക്കാൻ കഴിയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമുക്കറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന് എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ നന്മയെക്കുറിച്ച്, അവൻ നന്മ ചെയ്യുന്നവനാണെങ്കിൽ അവനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. വളരെയധികം സുഗന്ധവും അതുപോലെ തന്നെ പുഞ്ചിരിയും നെറ്റിത്തടത്തിലുള്ള വിയർപ്പും ഇതൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ കാണുകയും ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അറിയാതെ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും അല്ലേ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളമാണ് നമ്മെ പഠിപ്പിച്ചത്, അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം, ഇസ്ലാം പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കിങ്ങനെ മനസ്സിലാകും. അല്ലാഹു തആല നമുക്കൊക്കെ ഈമാനുള്ള മരണം നൽകട്ടെ. റബ്ബ് നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. ഹുസ്നുൽ ഖാത്തിമത്ത് അല്ലാഹു നൽകട്ടെ. ഫലസ്തീനിൻ്റെ മക്കളിൽ ആ പ്രയാസപ്പെടുന്ന മക്കൾക്ക് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.